ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പേരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് തന്നെ ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് പോയിരുന്നത് എല്ലാവരും കൂടിയും. പക്ഷേ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല, ഹസ്ബൻഡ് വരാൻ കഴിഞ്ഞില്ല. അതേപോലെ വേറെയും കുറച്ച് പേർക്കൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു യാത്ര പോയി. അതിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആഢ്യൻപാറയിലേക്കുള്ള ഒരു യാത്രയായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് തന്നെ പോയത് കേട്ടോ. പെട്ടെന്ന് ഒരു യാത്രയായിരുന്നു. മുന്നേ ഒന്നും തീരുമാനിച്ചിട്ടൊന്നും ഒരു ഫിക്സ് ആയിരുന്നില്ല എവിടേക്ക് പോകണമെന്ന്. അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചു. ഒരു ട്രാവലർ ബുക്ക് ചെയ്തു. 15 പേരെ ആകെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കുടുംബാംഗങ്ങളെ എല്ലാവരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉള്ളവരൊത്ത് അങ്ങ് പോയതാണ്. പിന്നെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും കുറച്ച് പ്രായമായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് നമ്മുടെ എല്ലാവരും കൂടി പോകുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അതുകൊണ്ടാണ് അവരെയും കൂടിയും കൊണ്ടുപോയത്. കാരണം ഈ ആഢ്യൻപാറയിലേക്ക് അവർക്കൊന്നും അത്ര ഇറങ്ങാനും കയറാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മുടെ ഒരുമിച്ചുള്ളൊരു യാത്ര എന്നുള്ളൊരു പർപ്പസായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ആഢ്യൻപാറയിലേക്ക് അധിക ദൂരമൊന്നുമില്ല. ഒരു 26 കിലോമീറ്ററൊക്കെയാണ് ഉള്ളത്. നിലമ്പൂരിൽ നിന്നും 16 കിലോമീറ്റർ. നിലമ്പൂരിലേക്ക് നമുക്ക് അധിക ദൂരമില്ല, 12 കിലോമീറ്റർ അങ്ങനെയൊക്കെയുള്ളൂ. അപ്പോൾ ഞങ്ങളൊരു 11 മണിക്ക് പോയിട്ട് ഒരു 12 മണി ആയപ്പോഴത്തേക്കും 12-12:15 ആയതോടുകൂടി അവിടെ എത്തി. ടിക്കറ്റ് എല്ലാം എടുത്ത് ഉള്ളിലേക്ക് കയറി. അപ്പം ഇവിടെ കാര്യമായിട്ട് എന്താ കാണാനുള്ളത് വെച്ചാൽ വാട്ടർഫാൾ ഉണ്ട്. പിന്നെ പ്രകൃതി ഭംഗി തന്നെയാണ് കാണാൻ. നമ്മൾ ചെന്നപ്പോൾ ദൂരെ നിന്ന് എല്ലാ ആളുകളും വെക്കേഷൻ കൂടിയല്ലേ, ക്രിസ്മസ് വെക്കേഷൻ ആയിരുന്നു. അതുകൊണ്ട് ദൂരെ നിന്നെല്ലാം ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇനി തുടക്കം മുതൽ കാണിക്കാം. ഞങ്ങൾ യാത്ര ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഞങ്ങൾ ബസ്സിലെല്ലാം കയറി എല്ലാവരും കൂടി ഇതാ പോവുകയാണ്. യാത്ര സ്റ്റാർട്ടായി. അപ്പോൾ ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ആഢ്യൻപാറയിലെത്തുക. ഇതുവരെ ഞാൻ കാണിച്ചത് ഒരു ഷോർട്ട് രൂപമാണ് ആഢ്യൻപാറയിൽ. ഇനി നമുക്ക് ശരിക്കുള്ള വീഡിയോയിലേക്ക് ഇതാ പ്രവേശിക്കുകയാണ്. അവിടെ ഞങ്ങൾ ചെന്നിറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അവിടെ കുറച്ച് ചെറിയ ഷോപ്പുകളെല്ലാം ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും അത്യാവശ്യം വേണമെങ്കിലും എല്ലാം മേടിക്കാനുള്ള കഴിക്കാനും ഒക്കെ ഉള്ള സാധനങ്ങളെല്ലാം മുകളിലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. അപ്പോൾ മോള് ഇവിടുന്ന് എന്തോ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കയറിയതാണ്. അവിടെ ഇങ്ങനെ നെല്ലിക്കി മാങ്ങയെല്ലാം ഉപ്പിലിട്ട് വെച്ചതും വിനാഗിരിയിലിട്ടതും എല്ലാം ഉണ്ട്. അപ്പോൾ അത്യാവശ്യം പിന്നെ മുകളിൽ ഹോട്ടലും ഉണ്ട് കേട്ടോ. ഹോട്ടലുണ്ട്, ഭക്ഷണം കഴിക്കാനെല്ലാം അവിടെ സംവിധാനങ്ങളുണ്ട് മുകളിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി താഴേക്ക് ഇറങ്ങുകയാണ്. അച്ഛനെല്ലാം പിടിച്ചിട്ട് വേണം കേട്ടോ കൊണ്ടുപോകാൻ. അപ്പോൾ അച്ഛനും അമ്മയും എല്ലാം അവിടെ ഇറങ്ങാനും കയറാനും ഒക്കെ ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു യാത്ര വേണമെന്ന് നിർബന്ധമുണ്ടായതുകൊണ്ട് മാത്രമാണ് അവരെ കൊണ്ടുപോയത് തന്നെ. കാരണം അവർ മക്കളെല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു യാത്ര അതൊരു രസമാണല്ലോ. അപ്പോൾ അവർക്ക് അധികം സ്ഥലത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയില്ല. കുറച്ച് താഴേക്കൊക്കെ അവരിറങ്ങി. പിന്നെ അവർ കുറച്ച് അവിടെ വിശ്രമിച്ചു കേട്ടോ. പിന്നെ നമുക്ക് നടക്കാൻ കഴിയുന്നവർക്ക് നല്ലപോലെ ഇറക്കവും കയറ്റവും ഒക്കെ ഉണ്ട് കാണാൻ. നമുക്ക് ഈ കാണുന്ന ഈ പ്രകൃതി ഭംഗി തന്നെയാണ് മെയിനായിട്ട് അവിടെ കാണാനുള്ളത്. പിന്നെ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ മഴയുള്ള സമയത്ത് നല്ലപോലെ വെള്ളം വരും. അതൊരു അപകട മേഖലയായതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോയിട്ടില്ല. അവിടെ അങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആളുകളെല്ലാം പോകുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടെല്ലാം പോകുന്നുണ്ട്. അതെല്ലാം ഒന്നും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. 1-2 ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ അപകട മേഖല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിറയെ ചെടികളെല്ലാം ഉണ്ട് കേട്ടോ. ചെടികളെല്ലാം വളർത്തുന്നുണ്ട്. നല്ല എന്താ പറയുക, പരിപാലനം എല്ലാം കൊടുക്കുന്നുണ്ട്. ചെടികൾക്ക് നല്ല രീതിയിൽ വെള്ളവും എല്ലാം അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഇവിടെ ഉണ്ട്. നിറയെ പച്ചപ്പും ഒക്കെയാണ് ഇവിടെ.
ഈ മലയുടെ ഈ കാടിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് ആദിവാസികളെല്ലാം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം പിന്നെ കുറച്ച് അപകട മേഖലയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വെള്ളം വരുമ്പോൾ നല്ല സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. അവിടെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്തോ പിന്നെ അപകടം ഉണ്ടായിരുന്നു മുൻപ്, അപ്പോൾ ഇനി നമ്മളതിൽ പെടാതെ നോക്കുക എന്ന് പറഞ്ഞിട്ടെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് മുകളിലേക്കെല്ലാം പോയാൽ നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല രസമാണ്. കുറച്ച് മുകളിലോട്ടൊക്കെ കയറി പോകണം. അപ്പോൾ അതിനെല്ലാം കയറാനെല്ലാം പറ്റുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഈ ആഢ്യൻപാറയിലേക്ക് വരാനും പറ്റുകയുള്ളൂ. നിറയെ പാറക്കെട്ടുകളും ഉണ്ട്. അതാണ് ആഢ്യൻപാറ എന്ന് പേര് വരാൻ തന്നെ ചിലപ്പോൾ അതായിരിക്കും. നല്ല ആഢ്യത്വമുള്ള പാറ തന്നെയാണ് എല്ലാം. അപ്പോൾ ദൂരെ നിന്ന് എല്ലാ ആളുകൾ ഇതാ ഇവിടെ എല്ലാം വന്നിരിക്കുന്നുണ്ട്. ഭക്ഷണം എല്ലാം കൊണ്ടുവന്ന് അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഭക്ഷണം എല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു സന്തോഷമാണല്ലോ. ടൂറെല്ലാം പോകുമ്പോൾ നമുക്ക് ഭക്ഷണം എല്ലാം പാഴ്സലായിട്ട് കൊണ്ടുവന്ന് ഇവിടെ വന്ന് കഴിക്കാനൊക്കെ നല്ല തണലൊക്കെ ഉണ്ട്. അങ്ങനെയെല്ലാം ചെയ്യാം നമുക്ക്. പക്ഷേ അങ്ങനത്തെ പ്ലാൻ അല്ലായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് തന്നെയുള്ള ഒരു യാത്രയായതുകൊണ്ട് നമുക്ക് പുറത്ത് നിന്ന് കഴിക്കാമെന്നുള്ള ആ ഒരു ഇതിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ട് പിന്നെ വീണ്ടും യാത്ര തുടരുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാ നല്ല ചെടികളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല പച്ചപ്പ് കണ്ടില്ലേ. നല്ല വെയിലായിരുന്നു ഞങ്ങൾ പോയപ്പോൾ, നല്ല പോലെ ചൂട്. കുടയെല്ലാം എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ സമയത്തെല്ലാം പോകുന്നുണ്ടെങ്കിൽ നല്ലപോലെ വെള്ളവും കരുതണം. പിന്നെ അതുപോലെ തന്നെ ഒരു കുടയൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ മഴ സമയമാണെങ്കിലും പിന്നെ കുട അത്യാവശ്യമാണല്ലോ. അതുപോലെ തന്നെ മഴ ഇല്ലാത്ത സമയത്തും കരുതുന്നത് നല്ലതാവും. നാട്ടിൽ ഭയങ്കര ചൂടാണല്ലോ, ഇപ്പം തന്നെ ചൂട് തുടങ്ങിയ പോലെയാണ്. അപ്പോൾ ഡിസംബറിൽ ഇപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നാട്ടിൽ അത്യാവശ്യം ചൂട് തോന്നി. എനിക്ക് പുറത്തൊന്ന് ഇറങ്ങിയാൽ ഭയങ്കര വെയിൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ ഇത് കാണിക്കുന്നത് എന്താ വെച്ചാൽ ചെറിയ പ്ലാന്റ്സ് എല്ലാം നട്ടിട്ടുണ്ട്. ഇവിടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിറയെ എന്താ പറയുക മരങ്ങളും പച്ചപ്പും എല്ലാം നിറയെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാം പറ്റിയ സ്ഥലം കേട്ടോ. നല്ല വ്യൂ നോക്കി, എന്താ വ്യൂ. ഇത് ഇങ്ങോട്ട് മുകളിലേക്ക് കയറി വന്നാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ഫോട്ടോസെല്ലാം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല പോലെ ഏറ്റവും ടോപ്പിലെത്തി ഞങ്ങളിവിടെ. ഇവിടെ എല്ലാവരും മത്സരിക്കുമായിരുന്നു ഫോട്ടോ എടുക്കാൻ. നല്ലൊരു വ്യൂ ആണ്, കണ്ടില്ലേ നിങ്ങൾ. ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനെല്ലാം നല്ല രസമുണ്ട്. അങ്ങ് ദൂരെ കാണുന്ന ആ മലമുകളിൻ്റെ അവിടേക്കെല്ലാം എന്താ പറയുക, ഇവിടുന്ന് വാട്ടർ സപ്ലൈ എല്ലാം പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടേക്കെല്ലാം കണക്ഷൻ എല്ലാം ഉണ്ട്.
ഇത് എങ്ങോട്ടാണ് എന്താണെന്നൊന്നും അത്ര അറിയില്ല കേട്ടോ. പക്ഷേ അവിടെ പൈപ്പ് ലൈൻ എല്ലാം കണ്ടു. അപ്പോൾ ഇതാ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ഞാനും എടുത്തു, കുറേ ഫോട്ടോസെല്ലാം എടുത്തു. പിന്നെ ഞാൻ മറ്റുള്ളവരുടെ വീഡിയോസും എല്ലാം നല്ല രസമായിരുന്നു അവിടെ കാണാൻ. ഇതാണ് അപ്പോൾ അടിയൻ പാറ എന്ന് പറയുന്ന ഇത് ഏറ്റവും ടോപ്പ് കേട്ടോ. അടിയൻ പാറയുടെ ഏറ്റവും ടോപ്പ് ഭാഗമാണിത്. അപ്പോൾ ഇതിനപ്പുറത്തേക്കൊക്കെ നമ്മൾ കുറച്ച് എന്താ പറയുക ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞല്ലോ. ആ ഭാഗത്തേക്കെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ, അപകടം സൂക്ഷിക്കുക എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെയും എല്ലാം അവിടെ അപകടം തന്നെയാണ്. അപ്പോൾ അവിടെ എല്ലാം ബൗണ്ടറി എല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ക്രോസ് ചെയ്തിട്ട് ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്ത സമയമാണ്. അപ്പോൾ ഞാനും മക്കളും എൻ്റെ 2 സിസ്റ്റർ ഇൻ ലോസും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടനും ഹസ്ബൻഡിൻ്റെ അനിയനും മോളും കൂടിയാണ്, പിന്നെ സിസ്റ്റർ ഇൻ ലോസിൻ്റെ മക്കളും കൂടിയിട്ടാണ് ഞങ്ങൾ മക്കളും ഭർത്താവും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അച്ഛനും അമ്മയും കൂടിയാണ് വന്നത്. അപ്പോൾ ബാക്കി എല്ലാവരും എന്താ പറയുക, എല്ലാവരും കൂടി അങ്ങ് ഒത്ത് കിട്ടിയില്ല. അതിനിനി ഞങ്ങൾ വേറെ പ്ലാൻ ചെയ്ത് പോകാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഈ കറക്കമെല്ലാം മതിയാക്കി മുകളിൽ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ട്. അവരവിടെ റെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ വല്ലാതെ അങ്ങ് കറങ്ങാനൊന്നും നിൽക്കാതെ അവരുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ഇനി മുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം യാത്ര തുടരാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടിയൻപാറയിൽ മുകളിൽ വന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് വീണ്ടും യാത്ര തുടരുകയാണ് ചെയ്തത്. പിന്നീട് നേരെ പോയത് ഞങ്ങൾ തേക്ക് മ്യൂസിയത്തിലേക്കാണ്. നിലമ്പൂരിലെ ഫേമസ് ആയ തേക്ക് മ്യൂസിയം ഞാൻ ഒന്നും ഇതുവരെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലെ കാഴ്ചകളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.